ശബരിമല സ്വർണ്ണപ്പാളിയിലെ തൂക്ക വ്യത്യാസം നിയമസഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. തൂക്കം കുറഞ്ഞതിൽ ഹൈക്കോടതിയുടെ വിമർശനം കൂടി മുൻനിർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് നീക്കം. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അമൽ തേനമറമ്പിൽ നിയമസഭയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇത് നാലാം ദിവസവും അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. എന്താണ് സഭയിൽ നടക്കുന്നത്? നിർത്തിവെച്ച് സാധ്യതയുണ്ടോ ചർച്ച ചെയ്യാൻ? കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്നും അതിനാൽ തന്നെ വിഷയത്തിൽ അവതരണാനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളതുമാണ് സ്പീക്കർ പറയുന്നത്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. സ്പീക്കർ ഈ വിഷയത്തിൽ സംസാരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അതിന് മറുപടിയും പറയുന്നുണ്ട്. ശരി, അതായത് സ്വർണ്ണപ്പാളി വിഷയം അത് ശരിയാണ്. സ്പീക്കർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അത് സബ്ജുഡീസ് ആയ ഒരു വിഷയമാണ്, ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് അതിൽ സഭയിൽ ഒരു ചർച്ചയാകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്പീക്കർ സ്വീകരിച്ചിട്ടുള്ളത്. സ്വർണ്ണപ്പാളി വിവാദം ഇന്ന് സഭയിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചത് പ്രതിപക്ഷം. ഉരുക്കാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ഊരിയ സമയത്ത് അത് 42 കിലോ ഉണ്ടായിരുന്നു. കൊണ്ടുപോകാൻ ഒന്നര മാസം കാലതാമസം ഉണ്ടായി. ആ 1.5 മാസത്തിനുള്ളിൽ 4 കിലോയാണ് കുറഞ്ഞത്. ഈ 4 കിലോ എവിടെ പോയെന്ന ഹൈക്കോടതിയുടെ ചോദ്യമുണ്ട്. അത് അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനെ അടക്കം ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഈ വിഷയം, പ്രത്യേകിച്ച് നാളെ ആഗോള അയ്യപ്പ സംഗമവും കൂടി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നോട്ടീസ് നൽകിയത്. സഭയിൽ ചർച്ച ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് സ്പീക്കർ എൻ ഷംസീർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് സഭയിൽ ചർച്ച ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ആണിപ്പോൾ സ്പീക്കർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സങ്കീർണത. അമൽ, അങ്ങനെയാണെങ്കിൽ ഇന്ന് സഭയിലേക്ക് സ്വർണ്ണപ്പാളി ചർച്ചയായി എത്തില്ല. വിഷയം ഗൗരവമുള്ളതാണ് എന്നും അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യണം എന്നുള്ളതുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ സഭയിൽ ഒരു തർക്കമുണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയം അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് സ്പീക്കർ പറയുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്, അതിനാൽ തന്നെ ഇതിൽ ചർച്ച ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അത് അനുവദിക്കാനാവില്ല എന്നുള്ളതാണ് സ്പീക്കർ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. അങ്ങ് ഇവിടെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിൻ്റെ ക്ഷീണം തീർക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ ഈ അനുവദിക്കാനാവില്ല, സബ്സിഡീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. ഇന്ന് ഇരിക്കേണ്ടി വന്നാലോ എന്ന് ഭയന്നിട്ടാണ് സാർ. ഇത് വളരെ വ്യക്തമാണ്. കേരള നിയമസഭയുടെ ചട്ടത്തിലുണ്ട്, പാർലമെന്റിന്റെ ചട്ടത്തിലുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമനിർമ്മാണ സഭകൾ പൊതുവിൽ പാലിച്ചു പോരുന്നൊരു കാര്യമാണ് സബ്ജുഡീസായി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത്. 3 സെപ്റ്റംബർ 17-ാം തീയതിയിലെ ഉത്തരവിൽ 3 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. എന്നിട്ടും ഇത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യട്ടെ, മിനിസ്റ്റർ പറഞ്ഞോട്ടെ, നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യേണ്ട കാര്യം മിനിസ്റ്റർ പറയട്ടെ. എന്നിട്ടും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അനുവദിക്കില്ല ചെയർ എന്ന് അറിഞ്ഞിട്ടും കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറിവും മൂലമാണ്. സർ, ഇവരാദ്യം RSSുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി നടത്താമെന്ന് പറഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി കയ്യോടെ തന്നെ ഹർജി തള്ളി. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതെ, സാധാരണ നമ്മൾ പറയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും. ഇവിടെ കോടതിയിൽ തോറ്റതിന് ചെയറിനോടും സഭയോടുമാണ് ഇപ്പൊ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, അനുവദിക്കാനാവില്ല എന്നുള്ളത്. അത്തരമൊരു ചട്ടങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ കീഴ്വഴക്കത്തിന് മുകളിലാണ് ചട്ടം. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ ഇതുള്ളത് അത് ക്ലോസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ക്ലോസ് ചെയ്തിട്ടില്ല, വീണ്ടും ഡേറ്റ് ഉൾപ്പെടെ വെച്ചിട്ടാണ് കേസ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങ് 30-ാം തീയതിക്ക് വീണ്ടും കേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയം അത് അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയാകരുത്.
അവതരണാനുമതി നിഷേധിച്ചിരിക്കുകയാണ്. സ്വർണ്ണപ്പാളി വിഷയം, സ്വർണ്ണപ്പാളിയുടെ 4 കിലോയാണ് കുറഞ്ഞത്. ആ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. അതിന് അവതരണാനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അതിന് കാരണമായി സ്പീക്കറും ഭരണപക്ഷവും ചൂണ്ടിക്കാണിക്കുന്നത് കീഴ്വഴക്കങ്ങൾ, ചട്ടങ്ങൾ, അത് ആ രീതിയിലാണ്. കാരണം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം നിയമനിർമ്മാണ സഭയ്ക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. അതാണ് ചട്ടമെന്ന് പറഞ്ഞാണ് അവതരണാനുമതി നിഷേധിച്ചത്. ഇപ്പോൾ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയാണ്. ചർച്ചയില്ലാത്തതിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കിപ്പം നിയമസഭയിൽ നിന്ന് തുടരുന്നുണ്ട്. അമൽ, പ്രതിപക്ഷം സഭ വിട്ടുപോയോ? പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ഈ പറയുന്ന സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം സഭ അടിയന്തരമായി നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം സ്പീക്കർ നിഷേധിച്ചു. സാധാരണ നിലയിൽ മന്ത്രിയുടെ ഒരു വിശദീകരണത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നിഷേധിക്കലുണ്ടാകുക. പക്ഷേ ഇന്നിപ്പോൾ സ്പീക്കർ തന്നെ ആ വിഷയം സംസാരിക്കുന്നു. കാരണം സബ് ജുഡീസാണ്, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതിനാൽ തന്നെ ഈ വിഷയം സഭയുടെ പരിഗണനയ്ക്കടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. പക്ഷേ ഈ വിഷയം ഇത്തരത്തിൽ ഇതിനു മുൻപും കോടതിയുടെ പരിഗണനയ്ക്കിരിക്കുന്ന വിഷയങ്ങളൊക്കെ സഭയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട് എന്നൊരു വിഷയം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേരളത്തിലെ വിശ്വാസി സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം സഭയിൽ കൂടി ചർച്ച ചെയ്യണം. എന്താണ് സംഭവിച്ചത് എന്ന യാഥാർത്ഥ്യം പൊതുജനങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഈ വിഷയം ചർച്ച ചെയ്യാനാകില്ല എന്നുള്ള നിലപാടിൽ സ്പീക്കർ ഉറച്ചു നിന്നു. അതിനുശേഷം പിന്നീട് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണവും ഉണ്ടായിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാനാകില്ല എന്ന ബോധ്യം ഉണ്ടായിട്ട് തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നോട്ടീസ് ചർച്ചയ്ക്ക് എടുക്കാമെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. അതിനാൽ ഇന്നും ഈ വിഷയം മറ്റേതെങ്കിലും വിഷയം കൊണ്ടുവന്നാൽ ചർച്ചയ്ക്ക് എടുക്കുമോ എന്ന് ഭയന്നാണ് ഈ വിഷയം കൊണ്ടുവന്നത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ചർച്ച ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വിഷയം കൊണ്ടുവന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് തുടങ്ങിയ വിമർശനങ്ങളാണ് ഭരണപക്ഷത്തു നിന്നും ഉയരുന്നത്. സഭയിൽ വലിയ പ്രതിഷേധമുണ്ടായി, വലിയ ബഹളമുണ്ടായി. അതിനുശേഷം പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം പ്രതിപക്ഷ അംഗങ്ങൾ സഭ വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ചർച്ചയില്ല എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു. അത് കോടതി തീരുമാനമെടുക്കട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. ഇപ്പോൾ സഭ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ആര്യ, ശരി, സഭ മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. എന്തായാലും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവതരണാനുമതി നിഷേധിച്ചത്.